പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ സുഡുമോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക നമുക്ക് മാത്രമാണ് ഈ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൂ എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഓരോ അമ്മമാരുടെയും സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഭൂമിയിൽ സുഡുമോനെ പോലെയുള്ള മക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കറിയാം കേട്ടോ. ഞാനും ഇപ്പോൾ 10-12 വർഷമായി എൻ്റെ സുഡുമോനെ ഞാൻ നോക്കണത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ അമ്മമാരുടെ നെഞ്ചിലുള്ള പിടച്ചിലുണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു വേദന തന്നെയാണ്. സത്യം പറയാമെന്ന് വെച്ചാൽ നമുക്ക് പുറമേ കാണിക്കാനോ ഒന്നിനും പറ്റില്ല. നമ്മളിപ്പോൾ എത്ര അധികം സന്തോഷിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും വൈകുന്നേരം എന്തായാലും ഒന്ന് കിടക്കുമ്പോൾ ഉറങ്ങണ നേരത്ത് എന്തായാലും ഈ അമ്മമാരുടെ നെഞ്ചിലുണ്ടാവുന്ന ഒരു പിടച്ചിലുണ്ടല്ലോ, അതൊരു ഭയങ്കര വിഷമം തന്നെയാണല്ലേ. നമ്മൾ മക്കൾ ഉറങ്ങി കഴിയുമ്പോഴാണ് നമ്മളത് ഓരോന്നും ആലോചിക്കുക. സത്യം പറയാലോ, ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. കിടക്കുമ്പോഴാണ് എനിക്കത് നമ്മൾ എപ്പോഴും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി വരാം അല്ലേ. ഞാനെപ്പോഴും അത് ആലോചിക്കും. എന്താണാവുക, ഞാൻ അങ്ങനെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചാടി കയറി പോരും. അപ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് അറിയും കേട്ടോ. സത്യത്തിൽ രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് രാജാവുണ്ട്. രാജാവ് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ സുഡുമോനാണ്. അവൻ്റെ ജാതകം അനുസരിച്ചിട്ട് അവൻ രാജകീയ പദവി തന്നെയാണ് അവന് പറഞ്ഞേക്കണത്. ഇപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കാനുള്ള. അപ്പോൾ കുഞ്ഞ് രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഇങ്ങനെ ശീലിപ്പിക്കണം. അവനെ നമ്മളങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവനെന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ വരുന്നതാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകണത് കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ പിന്നെ സുഡുമോനിങ്ങനെ 9-10 വയസ്സൊക്കെ ആവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഡുമോൻ ഒരു 4-4.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർ ഇങ്ങനെ അവരുടെ മക്കളിങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ മോള് വിഷമിക്കേണ്ട, അവർ 9-10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നടക്കും കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പം ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സുഡുമോന് 4-4.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ 9 വയസ്സാകുമ്പോഴേക്കും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഭയങ്കരധികം കുതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 9 വയസ്സായി കഴിഞ്ഞപ്പോഴും സുഡുമോനൊരു വലിയൊരു മാറ്റമൊന്നും ഇല്ലാണ്ടായിപ്പോൾ 9-10 വയസ്സൊക്കെ ആയപ്പോഴും അപ്പോൾ ആകെ മനസ്സിലൊരു ടെൻഷനായി. അയ്യോ, അവർ പറഞ്ഞതുപോലെ ഒന്നും ആയില്ല, നടക്കണോ ഇല്ല, അങ്ങനൊരു വിഷമതയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഇനി നടക്കണാവോ അങ്ങനെയുള്ളൊരു ഇത് വന്നു. പിന്നെ ആദ്യം ഇങ്ങനെ കൂടുതൽ പിന്നെയും ഫിസിയോതെറാപ്പിയും നടത്തിക്കലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് തന്നെ വന്നു. അപ്പോഴും നമ്മുടെ സുഡുമോൻ ഇങ്ങനെ ഓരോ ഫിക്സ് വരുന്ന കാരണം കൊണ്ടാണ് സുഡുമോൻ ഇങ്ങനെ തളർച്ച വരുന്നത്, ഇങ്ങനെ നടക്കാനായിട്ട് പറ്റാത്തത് കേട്ടോ. ഓരോ ഫിക്സ് വരുമ്പോഴും ഓരോ തളർച്ചയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അവന് ഫിക്സ് തന്നെ കുറഞ്ഞാൽ മാത്രമാണ് സുഡുമോൻ നടക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. നടക്കാനായിട്ട് അവന് ബലം കിട്ടണില്ല, അങ്ങോട്ട് തണ്ടലിക്ക് ബലം കിട്ടണില്ല അവന്. അത് കാരണം കൊണ്ടാണ് അവന് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് നമുക്ക് നടക്കാനായിട്ട് പറ്റാണ്ടാവുമ്പോൾ. ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഒന്നിനും പറ്റില്ലെങ്കിലും സുഡുമോനൊന്ന് നടന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴായാലും നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നടന്നാൽ തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ വലുതായി കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്നെടുക്കാൻ പോലും പറ്റാതായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന സുഡുമോനൊന്ന് നടന്ന് കിട്ടിയാലെങ്കിലും മതി എന്നാണ് ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവം അത് സാധിച്ചു തരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിനെ. അങ്ങനെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞ് രാജാവാണ് നമ്മുടെ സുഡുമോൻ. അപ്പോൾ ആ രാജാവിന് എന്തായാലും ദൈവം കാണാണ്ടിരിക്കില്ല. ദൈവം എന്തായാലും എപ്പോഴെങ്കിലും നടത്തിച്ചു തരും നമ്മുടെ സുഡുമോന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞു രാജാവിൻ്റെ ഫിസിയോതെറാപ്പിയും കളിയും ഇതൊക്കെ കഴിഞ്ഞ് ആളൊരു പരിവായി. അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ കിടന്നുറങ്ങിയിട്ട് ആ കിടക്കയിൽ തന്നെ കളിച്ച് കൈയും കാലൊക്കെ പൊക്കലും കളിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് തന്നെ ഉറങ്ങിപ്പോയിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് സുഡുമോൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞാൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി തൊട്ടടുത്തുനിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ ഞാനും പിന്നെ സുഡുമോൻ ഉറക്കുമ്പോഴേക്കും അതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചക്ക വെട്ടണ വീഡിയോ ഇതൊന്നും കിട്ടിയില്ല കേട്ടോ, എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ സുഡുമോൻ ഉറക്കാൻ വന്ന കാരണം കൊണ്ട് പിന്നെ അമ്മയ്ക്ക് അങ്ങനെ വീഡിയോ ഇത് ഓണാക്കിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ അറിയില്ല കേട്ടോ.
അപ്പോൾ ആ വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അമ്മ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചുടാനായിട്ട് പരത്താനൊക്കെ ആയിട്ട് നിന്ന് വേഗം. അപ്പോൾ ചക്കട നമ്മുടെ സുടുമോൻ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. പഴുത്ത ചക്ക കിട്ടിയ കാരണം കൊണ്ടൊന്നും ഉണ്ടാക്കിയെന്നുള്ളൂ. സുടുമോൻ ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടാക്കിയാലും കഴിക്കാനായിട്ട് പറ്റൂല കേട്ടോ. അവനിങ്ങനെ ചവച്ചരച്ച് തിന്നണം ഇതൊന്നും പറ്റില്ല കേട്ടോ. അവനൊക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം ലിക്വിഡാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുമോന് പഴുത്ത ചക്ക കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് ചക്ക ജ്യൂസ് അടിച്ച് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. ഇങ്ങനത്തെ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവന് അങ്ങനെ അത് കാരണം കൊണ്ട് തന്നെ നമ്മളിവിടെ രാവിലെയും പലഹാരങ്ങളും പച്ചപ്പലഹാരം ഒന്നും ഉണ്ടാക്കാത്തത്. സുടുമോന് ഈ ദോശയിലും ഇഡ്ഡലിയിലും മിക്സിയിലടിച്ച് കൊടുക്കുന്നതൊന്നും അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ല. പിന്നെ മറ്റോണം കഴിക്കൂല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ രാവിലെ പലഹാരം ഉണ്ടാക്കലൊക്കെ കുറവാണ് കേട്ടോ. സുടുമോൻ കഴിക്കാത്ത കാരണം കൊണ്ട് പിന്നെ നമുക്കതിലും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വിഷമമാണ് സത്യത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ പഴുത്ത ചക്ക കിട്ടിയ കാരണം കൊണ്ട് അവനപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴുത്ത ചക്ക പഴുത്ത മാങ്ങ അങ്ങനത്തെയൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുടുമോന്. അപ്പോഴത്തേനും നമ്മുടെ ചക്ക ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇതാവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സുടുമോൻ പിന്നെ എണീക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു അപ്പോൾ ചായയൊക്കെ വേഗം കുടിച്ച് ഞാൻ വേഗം ചായയൊക്കെ എടുത്ത് കുടിച്ച് ഞാൻ പിന്നെ തുടയ്ക്കാനും അതിനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വിളക്കൊക്കെ വെച്ച് അപ്പോഴേക്കും നമ്മുടെ സുടുമോനെ എനിക്ക് പിന്നെ കുളിപ്പിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുളിക്കണ വീഡിയോ ഒക്കെ ഇതിൽ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സുടുമോനെ എങ്ങനെ കുളിപ്പിക്കണേ എന്നുള്ളതൊക്കെ കേട്ടോ. ഞാനപ്പോൾ കസാരയിൽ എത്തിയിട്ടാണ് ഞാൻ കുളിപ്പിക്കാറ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അച്ചാച്ചൻ അപ്പോൾ വീൽ ചെയറിൽ കുറച്ച് നേരം കൊണ്ട് നടന്നു. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ച് ആ തുണികളും ഇതൊക്കെ മടക്കിയും ഇതൊക്കെ വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അച്ചാച്ച അവിടെ വീൽ ചെയർമ്മ അവിടെ കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ എൻ്റെ സുടുമോൻ്റെ ഡ്രസ്സുകളും എൻ്റെ അലമാരിയൊക്കെ ഞാൻ വൃത്തിയാക്കി വേഗം അതൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. ഒന്നിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നേരം കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കണത് കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് സുടുമോൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സന്ധ്യ നേരം ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു സമാധാനം മനസ്സിന്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സുടുമോനായിട്ട് ഇങ്ങനെ നിൽക്കൂട്ടാ. ഒരു 6 മണി ഒരു 6:15 അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടൊക്കെ നടക്കണത്. നമ്മുടെ സുടുമോൻ്റെ വീടിൻ്റെ അവിടെ വരെ ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ റൗണ്ട് അടിച്ചൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഇതിൽ ഇവൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് പിന്നെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബഡ് തേയുമ്പോൾ നമ്മുടെ പപ്പായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ പൊട്ടിച്ച് കൊണ്ടുവന്നതേ നല്ല മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സുടുമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു മധുരമുള്ള കൊപ്പക്കായായിരുന്നു കേട്ടോ. നമ്മുടെ ബഡ് കൊപ്പക്കായമ ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സുടുമോനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.